ഹായ് ചങ്ങാതീസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പൊട്ടാറ്റോസ് കണ്ട് അറിയാം നമ്മളിന്നൊരു കുക്കിംഗ് വീഡിയോ ആണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അതെ, അപ്പോൾ ഒരു ഈവനിങ് സ്നാക്ക് റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ഷെയർ ചെയ്യുന്നത്. ഒരു പൊട്ടാറ്റോ ഫിംഗർ സ്നാക്കാണ് ഞാൻ ഇന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അതിലേക്ക് നമ്മൾ ഒരു 2 മീഡിയം സൈസ് പൊട്ടാറ്റോസ് ഇതുപോലെ പീൽ ചെയ്ത് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമ്മളിനി അത് വേവിക്കാനായിട്ട് ഒന്ന് സ്റ്റീം ചെയ്യാനായിട്ട് ഇതുപോലെ ഒരു കുക്കർ എടുത്ത് വയ്ക്കുക. അത് ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടാറ്റോസ് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുക. ദെൻ നമ്മൾ ഒരു 2 ഗ്ലാസ് വെള്ളമാണ് കേട്ടോ നമ്മൾ ഇതിലേക്കായിട്ട് ചേർക്കുന്നത്. ദെൻ നമ്മളിനി പൊടികളാണ് ചേർക്കുന്നത്. നമ്മുടെ മസാലാസാണ് നമ്മൾ ഈ വേവിക്കാനായിട്ട് ചേർക്കുന്നത്. അതിലേക്കായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് മുളക് പൊടിയാണ്. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 സ്പൂൺ തന്നെ ജീരകപ്പൊടി. ചിലർക്ക് ജീരകപ്പൊടിയുടെ ഫ്ലേവർ ഇഷ്ടമുണ്ടാവില്ല, അങ്ങനെയുള്ളവർ ഇടണ്ട കേട്ടോ. പിന്നെ ഉള്ളതാണ് ചിക്കൻ മസാല, അതൊരു 1 ടേബിൾ സ്പൂൺ ചേർത്തോളൂ കേട്ടോ. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിൻ്റെ അളവ് എല്ലാവർക്കും നമുക്ക് എങ്ങനെയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ഒരു 2 കതിര് വേപ്പിൻ്റെ ഇല, കറിവേപ്പിലയാണ് കേട്ടോ പിന്നെ ചേർക്കണത്. അങ്ങനെ ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മളൊരു 3 to 4 വിസിൽ വരെ ഒന്ന് വേവിച്ചെടുക്കുക. പിന്നെ നമുക്കിതിലേക്ക് ഒരു മസാല കൂട്ടും കൂടി തയ്യാറാക്കണം. അതിലേക്കായിട്ട് നമ്മളൊരു മീഡിയം സൈസ് സവോളയും മീഡിയം സൈസ് തന്നെ ഒരു തക്കാളിയുമാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് എന്ത് ക്വാണ്ടിറ്റിയാണ് ഈ പൊട്ടാറ്റോ നമ്മുടെ അടുത്തുള്ളത് അതിനനുസരിച്ചിട്ട് നമുക്കിതിൻ്റെ അളവ് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം കേട്ടോ. അത് നമ്മൾ സ്മോളായിട്ട് വളരെ എത്ര ചെറുതാക്കി അരിയാൻ പറ്റുമോ, പൊടിയായിട്ട് അരിയാൻ പറ്റുമോ അതുപോലെ പൊടിയായിട്ട് അരിഞ്ഞെടുത്തോളൂ. അതാണ് കുറച്ചും കൂടി ഫ്ലേവറിനും കാര്യങ്ങൾക്കൊക്കെ നല്ലത് കേട്ടോ. അങ്ങനെ നമ്മൾ സവോള, തക്കാളി, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ അടുത്ത് റോ ആയിട്ടാണ് ഉള്ളതെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ. പിന്നെ ഒരു 2 കതിര് കറിവേപ്പില. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ബ്രെഡ് ക്രംസ് ആണ്. നമ്മളൊരു മിക്സിയുടെ ജാർ എടുത്ത് ഒരു 2 പീസ് ബ്രെഡാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. അത് ഇതുപോലെ ഇങ്ങനെ പൊടിച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്ക് മാറ്റി വയ്ക്കാം. പിന്നെ നമുക്ക് ഒരു കടായി അല്ലെങ്കിൽ ഒരു ഫ്രൈ പാനോ ചട്ടിയോ എന്താ നിങ്ങളുടെ അടുത്തുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് എടുത്ത് വയ്ക്കുക. എന്നിട്ട് നമ്മൾ അതൊന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് വേണ്ടുന്ന ഓയിൽ, നമുക്ക് ഇപ്പോൾ ഞാൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഐറ്റംസ് ഇല്ലേ, ഈ സവോള, തക്കാളി, അതൊക്കെ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ആവശ്യമുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ആദ്യം നമുക്ക് സവാള ഇടാം. സവാള ഒന്ന് മൂത്ത് വരുമ്പോഴത്തേനും നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി, അതുപോലെ തന്നെ വേപ്പിൻ്റെ ഇല, നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, അങ്ങനെ ഉള്ളതൊക്കെ നമ്മൾ എടുത്തിരിച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ്, ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം നമുക്ക് ഒറ്റ ഇതിൽ തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ. വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ അടുത്ത് റോ ആയിട്ടാണ് ഉള്ളതെങ്കിൽ ഒരു 4 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ പീസ് ഇഞ്ചി എടുത്തോളൂ കേട്ടോ. അത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു ഷാലോ ഫ്രൈ ആകുമ്പോൾ നമുക്ക് ബാക്കി മസാലാസും കാര്യങ്ങളും ചേർക്കാം. പിന്നെ ഇത് പെട്ടെന്ന് ഷാലോ ഫ്രൈ ആയിട്ട് വരാൻ വേണ്ടിയിട്ട് നമ്മളിത് ഒരു നുള്ളു ഉപ്പും കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോഴത്തേനും നമ്മുടെ പൊട്ടാറ്റോ സ്റ്റീമൊക്കെ ചെയ്ത് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഞാനൊരു 4 വിസിലാണ് കേട്ടോ ഞാൻ അടിച്ചത്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് നന്നായിട്ട് വെന്ത് കഴിഞ്ഞാൽ കുറച്ച് സോഫ്റ്റായിട്ട് കിട്ടും, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് നമ്മൾ വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ പൊടികൾ, മസാലാസൊക്കെ ചേർത്ത് കൊടുക്കാനുള്ള ടൈമായിട്ടുണ്ട്. നമ്മുടെ സവാളയും തക്കാളിയൊക്കെ നല്ല മൂത്ത് വന്നിട്ടുണ്ട്. നമ്മൾ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 സ്പൂൺ ജീരകപ്പൊടി, പിന്നെ 1 ടേബിൾ സ്പൂൺ തന്നെ ചിക്കൻ മസാല. നമ്മൾ പൊട്ടാറ്റോ വേവിക്കാനായിട്ട് എടുത്തിരിക്കുന്ന സെയിം അളവ് തന്നെയാണ് നമ്മൾ ഇതിൻ്റെ ഈ മസാലാസിൽ നമ്മൾ മസാലയുടെ കൂട്ടുണ്ടാക്കാനായിട്ടും നമ്മൾ ചെയ്തിരിക്കുന്നത് കേട്ടോ. കുറച്ച് സ്പൈസി ആയിരിക്കും, കുട്ടികൾക്ക് കുറച്ച് എരിവിലൊക്കെ നമ്മളിപ്പോൾ തന്നെ കൊടുത്ത് പഠിപ്പിക്കുന്നതായിരിക്കും നല്ലത്. സോ അതിനായിട്ട് ഞാൻ കുറച്ച് സ്പൈസി എടുത്തിട്ടുണ്ട്. വേറെ ചില്ലി കാര്യങ്ങളൊന്നും, ഗ്രീൻ ചില്ലി അങ്ങനെയൊന്നും ചേർക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് സെറ്റായി വരുമ്പോൾ നമുക്ക് അടുത്ത പണിയിലേക്ക് കടക്കാം. അതായത് ഇങ്ങനെ നന്നായിട്ടൊന്ന് കുത്തി കൊടുത്താൽ അതൊക്കെ ഒന്ന് നന്നായിട്ട് മിക്സായിട്ട് വരും. പിന്നെ നമ്മളിതാ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ ഒരു കൂട്ട് നമ്മൾ ഈ വേവിച്ച് വെച്ചിരിക്കുന്ന പൊട്ടാറ്റോയിലേക്ക് നമ്മൾ നേരെ ഇടുക. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് എടുക്കുക. ഒന്നും അവിടെ ഇവിടെയും തൊടാതെ ആവാതിരിക്കാനായിട്ട് നമ്മൾ നന്നായിട്ട് തന്നെ ഒരു കയ്യിലോ സ്പൂണോ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത് വെച്ച് നന്നായിട്ട് ഉടച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുക. നിങ്ങൾക്ക് ഏത് ഷേപ്പിലാണോ വേണ്ടത് ആ ഷേപ്പിലേക്ക് ഈ പൊട്ടാറ്റോ എടുക്കുക. ഞാനിപ്പോൾ ഒരു ഫിംഗർ ടൈപ്പാണ് എടുത്തിരിക്കുന്നത്. അത് നേരെ ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുക. അതിലേക്കൊരു നുള്ളു ഉപ്പിടാം കേട്ടോ.
അങ്ങനെ നമ്മളിതാ ഈ ഷേപ്പിലേക്കാണ് എടുത്തിരിക്കുന്നത്. നേരെ ബ്രെഡ് ക്രംസിൽ ഇട്ടിട്ട് അവനെ ഒന്ന് പൊതിഞ്ഞെടുത്തിട്ടുണ്ട്. ബ്രെഡ് ക്രംസ് ആയതുകൊണ്ട് തന്നെ വേഗം കരിഞ്ഞു പോകാനായിട്ട് ചാൻസ് ഉണ്ട്. സോ അധികം സ്റ്റൗവിൻ്റെ അവിടെ നിന്നൊന്നും മാറാതെ ഇത് കഴിഞ്ഞതിന് ശേഷം അടുത്ത പണിയിലേക്ക് പോവുക. അങ്ങനെ നമുക്ക് ആവശ്യമുള്ള അത്ര എണ്ണം ഇതുപോലെ തന്നെ സെയിം രീതിയിൽ ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ ഇപ്പോൾ ഒരു 4 എണ്ണമാണ് ഇപ്പോൾ ഫസ്റ്റിൽ ചെയ്തത്. അത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് മറിച്ചിട്ടിട്ട് കൊടുക്കുക. കാരണം ബ്രെഡ് ക്രംസ് ആയ കാരണം ഞാൻ പറഞ്ഞ പോലെ പെട്ടെന്ന് കരിഞ്ഞു പോകാനായിട്ട് ചാൻസ് ഉണ്ട്. സോ നമ്മൾ അതിൻ്റെ അടുത്ത് തന്നെ നിന്ന് നമ്മൾ നന്നായിട്ട് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടേക്കൊക്കെ തിരിച്ച് മറിച്ചിട്ട് കൊടുത്തിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് മുരിഞ്ഞ് വരുമ്പോൾ തന്നെ നമുക്ക് വേറെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഈവനിങ് സ്നാക്കായിട്ടും അതുപോലെ തന്നെ നമ്മൾ കുട്ടികൾക്ക് ലഞ്ചിന് കൊടുക്കില്ലേ, സ്നാക്കായിട്ടും കൊടുത്തു വിടാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. അങ്ങനെ ഇത് വേറെ ഒരു പാത്രത്തിലേക്ക്, ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. സോസ് കൂട്ടിയിട്ട് നല്ല പെടപെടയ്ക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ സ്നാക്ക് റെസിപ്പിയാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് കേട്ടോ. അപ്പോൾ ഇനി എൻ്റെ മോൻ്റെ ഒരു റിവ്യൂ നമുക്ക് കേൾക്കാം. ഓ എങ്ങനെയുണ്ട്? വാ, ടൊമാറ്റോ സോസ്. ഇവിടെ നോക്കിയേ. നിങ്ങൾ ഇതുപോലെ കുട്ടികൾക്ക് സ്നാക്സൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. നമ്മുടെ റെസിപ്പീസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത്. വീണ്ടും വീണ്ടും പറയുകയാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ബായ്.